മധു കേസിലിതാ ചില നിർണായക വിവരങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ വരികയാണ്. മുഴുവൻ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. കേരളം ഒന്നാകെ ചർച്ച ചെയ്ത വലിയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു മധു കേസ്. അതിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ പ്രതികളുടെയും അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിവരങ്ങൾ വരുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഒന്നാം പ്രതിയെ തന്നെ വെറുതെ വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. തീർച്ചയായും മധു വധക്കേസ് ഈ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത കേസാണ്. ഇതിലെ ഒന്നാം പ്രതി ഹുസൈനെയാണ് നിലവിൽ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നേരത്തെ ഹുസൈന് 7 വർഷം കഠിന തടവ് മണ്ണാർക്കാട് SC/ST കോടതി വിധിച്ചതായിരുന്നു. ആ കേസിൽ പ്രതി ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ മധുവിന്റെ അമ്മ മല്ലിയും അതോടൊപ്പം തന്നെ സഹോദരി സരസും ഹർജി നൽകിയിരുന്നു. ഈ 2 ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈനെതിരെ കൃത്യമായി തെളിവില്ല എന്ന് കണ്ടുകൊണ്ട് വിധിച്ചിരുന്നത്. മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഈ 7 വർഷം കഠിന തടവ് എന്നുള്ളത് ജീവപര്യന്തം തടവാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതികൾ തങ്ങൾക്ക് ഇതിൽ പങ്കില്ല, വെറുതെ വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ ഹുസൈന് ഇതിൽ പങ്കില്ലെന്ന് കണ്ടായിരിക്കാം ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അല്ല സാജിദ, ഈ ഒന്നാം പ്രതിക്ക് തന്നെ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുമ്പോൾ അത് മറ്റു പ്രതികളുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും അത് ഈ കേസിന്റെ മറ്റ് കാര്യങ്ങൾ എന്താകും എന്നുള്ളൊരു ആശ സ്വാഭാവികമായും കുടുംബത്തിന് ഉണ്ടാകും. ഈ മേച്ചേരിയിൽ ഹുസൈൻ എന്ന വ്യക്തിയാണ് ഒന്നാം പ്രതി. ഇത് കൂടാതെ ഈ കേസിൽ ആകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 16 പ്രതികളെ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അതിൽ 2 പ്രതികളെ മണ്ണാർക്കാട് SC/ST കോടതി തന്നെ നേരത്തെ വെറുതെ വിട്ടിരുന്നു. 4ാം പ്രതിയായ അനീഷ്, 11ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെയാണ് മണ്ണാർക്കാട് SC/ST കോടതി വെറുതെ വിട്ടിരുന്നത്. ബാക്കി ഹുസൈൻ ഉൾപ്പെടെ 14 പ്രതികളെ ശിക്ഷിച്ചു. ഇതിൽ 13 പേർക്കും 7 വർഷം കഠിന തടവായിരുന്നു വിധിച്ചത്. ഇതിൽ ഈ മനഃപൂർവ്വം അല്ലാത്ത, ആസൂത്രിതമല്ലാത്ത കൊലപാതകം എന്നുള്ളതാണ് മണ്ണാർക്കാട് SC/ST കോടതി കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഇത് ആസൂത്രിതമല്ലാത്ത കൊലപാതകം എന്നുള്ള വകുപ്പ് മാറ്റി ഇത് ആസൂത്രിതപൂർവ്വമുള്ള കൊലപാതകമാണ്, അതുകൊണ്ട് ജീവപര്യന്തം കഠിന തടവ് നൽകണം എന്നുള്ളതായിരുന്നു മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യമല്ല കോടതി ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. പകരം ഈ ഹുസൈൻ എന്ന ഈ വ്യക്തിയുടെ ആവശ്യമാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. ഈ നിലവിൽ കേസിലെ 16 പ്രതികളെ, അതായത് നേരത്തെ വെറുതെ വിട്ട 2 പേരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മധുവിന്റെ കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ വെറുതെ വിട്ട ഈ 4ാം പ്രതിയെയും 11ാം പ്രതിയെയും ഉൾപ്പെടെ ശിക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 1ാം പ്രതിയായ ഹുസൈനെ തന്നെ വെറുതെ വിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇതിൽ ഹുസൈൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് തന്നെയല്ലേ മറ്റു പ്രതികൾ ആവശ്യപ്പെട്ടത്? മറ്റു പ്രതികളുടെ ഹർജി തള്ളി എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ സാജിദ്. തീർച്ചയായും അത് ഈ ഹുസൈന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഹുസൈൻ ഇതിൽ മർദ്ദിക്കുന്നതിൽ തെളിവില്ല എന്നുള്ളത് മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഈ ഹുസൈന്റെ അഭിഭാഷകർ അന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അതിന്റെ വിചാരണ വേളയിൽ അവർ പറഞ്ഞിരുന്നു. എന്നാൽ മണ്ണാർക്കാട് SC/ST കോടതി ഈ നിരീക്ഷിച്ചത് ഈ ഹുസൈൻ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഹൈക്കോടതി എന്തുകൊണ്ടാണ് വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഹുസൈനെ വെറുതെ വിട്ടത് എന്നുള്ള കാര്യം വ്യക്തമാകൂ. ഹൈക്കോടതിയിൽ നിന്ന് ഇനി മറ്റ് പ്രതികളുടെ കാര്യത്തിൽ ഈ നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതിയുടെ ഈ ശിക്ഷാവിധി ശരിവെക്കുകയാണോ അതോ കൂടുതൽ ശിക്ഷ? ഇതിൽ മതിയായ തെളിവുകൾ ഹുസൈനെതിരെ ഇല്ലാതിരുന്നിട്ടും അന്വേഷണ സംഘം ഹുസൈനെ ഒന്നാം പ്രതിയാക്കിയാണല്ലേ കുറ്റപത്രം നൽകിയത്. ഈ മതിയായ തെളിവുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ കൃത്യമായ കാര്യങ്ങൾ നേരത്തെ കോടതിയെ ധരിപ്പിച്ചിരുന്നു, പ്രോസിക്യൂഷനും കാര്യമായി ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഹുസൈൻ ചവിട്ടി എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇത് നമുക്കറിയാം, ഈ മധു താമസിച്ചിരുന്നത് ഒരു ഗുഹയിലായിരുന്നു, വനത്തിനകത്തുള്ള ഗുഹയിലായിരുന്നു. ആ സമയം മുതൽ ഈ മുക്കാലി ചെക്ക് പോസ്റ്റ്, മുക്കാലിയിലുള്ള ഈ ജംഗ്ഷൻ വരെ മധുവിനെ കെട്ടി ഈ പല ആളുകളാണ് മർദ്ദിച്ചത്. അങ്ങനെ ഈ ആളുകൾ മർദ്ദിച്ചതിന് ഈ മുക്കാലിയിലുള്ള CCTV മാത്രമാണ് തെളിവുകളായിട്ട് ഉള്ളത്. മറ്റ് ഈ ഒരു ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ആയിരുന്നു. അതുകൊണ്ട്